ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഡേ 2 അറ്റ് ഊട്ടിയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടി ഇന്നലെ നടക്കാണ്ട് പോയ കുറേ സ്ഥലങ്ങൾ കാണുക എന്നുള്ളതാണ്. ഇതിലെ സ്ഥലങ്ങൾ ഞാൻ ഇപ്പോഴാദ്യമേ മെൻഷൻ ചെയ്യുന്നില്ല, കാര്യം അക്കോർഡിംഗ് ടു ദ ട്രാഫിക് ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വഴിയെ ഞാൻ വിശേഷങ്ങൾ കാണിച്ചു തരാം. നമുക്ക് സമയമില്ല, ഈ ഒറ്റ ഡേ ഉള്ളൂ ഊട്ടിയിൽ. അപ്പോൾ എന്തായാലും ജീന നമ്മൾ ജീനയുടെ ഔട്ട്ഫിറ്റ് നോക്കി ഒരു വെസ്റ്റേൺ ലുക്ക് മൊത്തത്തിൽ അടിപൊളി. ഇവിടെ പിന്നെ ഇതെന്റെ ഊട്ടി ഫ്ലവർ തരുവാണെങ്കിൽ ഫോട്ടോ ഊട്ടി ഫ്ലവർ തരാമല്ലോ. നമുക്ക് കുറെ റീൽസിനുള്ള സാധനം ആലോചിക്കണം. അപ്പൊ ശരി, നമ്മൾ ഇറങ്ങട്ടെ. നമ്മുടെ ഗഡീസ് എസിലിൻ ഹായ്. ഇതിനും പിന്നെ വന്നപ്പോ മുതൽ റോഷൻ ബൈയായിട്ട് സെറ്റാണ് ജീന. ഓക്കെ, ഇത് അവിടെ ഊട്ടി ഫ്ലവർ വെച്ചുകൊണ്ട് ഭയങ്കര കളറ്. പോയാലോ? തനിക്ക് തുമ്മലാണോടോ? അതാണ്. ഓക്കെ, ഇറങ്ങട്ടെ. റെമിനി കയറാൻ മുന്നേ മോയ്സ്ചറൈസർ ഇടുവാനും പൗഡർ ഇടുവാനും വിടണേ. കഴിക്കോണുങ്ങ ഫ്രൂട്ട്സ് മേടിച്ചാ പോരെ? ഫ്രൂട്ട്സ് എന്തെങ്കിലും മേടിച്ചാ പോരെ? കഴിക്കുന്നെങ്കിൽ എന്തെങ്കിലും അങ്ങനെയാണെങ്കിൽ നെയ് റോസ്റ്റ് എന്തെങ്കിലും കഴിപ്പാം. അന്നാ ബൊട്ടാണിക്കൽ ഗാർഡൻ പോയിച്ചും പോരെ? ബൊട്ടാണിക്കൽ ഗാർഡൻ കണ്ടു, കാരണം തിരക്കിപ്പോ ഉണ്ടാകാം. അല്ല ഇന്നിട്ട് ഇവിടെ എല്ലാം നല്ല റഷാനല്ലേ റോഷ? അവിടെ തണ്ണി ഉണ്ടല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഏകദേശം ട്രിപ്പ് ആളുകളും നമ്മളെ പോലെ മടിയമ്മയാണ്. എണീക്കുള്ളൂ സത്യം. നമ്മളെ പോലെയാണോ? തന്നെ പോലെ എന്ന് പറ. ഫ്ലോറൽ വേണ്ട, ഫ്ലോറൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ഇവിടെ കാട്ടുണ്ട്. അത് തന്നെ ഇന്നറ്റും പറ്റിയ പറ്റരുത്. ആരാണ് സീറ്റ് ബെൽറ്റ് ഇടാതെ? ഇത് വൺ വേയാ? റൂട്ട് മാപ്പ് ഇട്ടേ. ഇതാ ഇളക്കെ ആരാടാ കാത്തു കാണാൻ വേണ്ടി ലുക്ക് മാറ്റം ചെയ്തു. കാട്ടിലെ കണ്ണനെയും കാണാൻ പോണി. കാട്ടിലെ എതിലും പാടിയുടെ പാട്ട് എതിലിനാ പാട്ട് പാടിയുടെ കണ്ണിലുണ്ണിയാണ് കണ്ണനാണ് കൊച്ചു കുമ്പനാണ് വമ്പനാന. ഇവിടെ വച്ച് കിട്ടുന്ന കാണ്ടി തങ്ങളെ ബാക്കിലുള്ള സെറ്റ് വളരെ വളരെ സെറ്റ്. വെസ്റ്റേൺ കാണട്ടെ ഷോട്ട് പോയത് താറാവിന്. അതെന്നാന്ന് വിടില്ല ചോറി മെമ്മിങ്ങാട്ട് വേണ്ടിയില്ല ഇപ്പം. എല്ലാരും ഒരു സ്റ്റിൽ ഇങ്ങനെ ഒരു സ്റ്റിൽ കാണിക്കുക. അപ്പൊ ഞാൻ അത് സ്റ്റില്ലാക്കി എടുത്തോളാം. സ്റ്റില്ലായിട്ടൊന്നില്ല, ഒരു ഫോട്ടോ എടുത്താ പരിപാടി മതി മതി. എല്ലാരും പോസ് ചെയ്തോ. റമിനി ഇങ്ങനെ ഒരു മിനിറ്റ് റമിനെ ഒന്ന് പോസ്റ്റ് ചെയ്തേ. കുമ്പി വലിയ അങ്ങേക്കോ അല്ലെങ്കിൽ റമിനെ കാണാം. അങ്ങനെ വന്നോട്ടെങ്കിൽ അവിടെ റോഷി എല്ലാരെയും കാണിയാ നോക്കാമോ? മാപ്പ് ശരിയാക്കട്ടെ. എല്ലാരെയും കണ്ടാൽ ഇവിടെ ബീറെല്ലാം എത്തും. ഇന്നിട്ട് നമ്മ കട്ട് ചെയ്തേലി ഇങ്ങനെ പോയി ഇങ്ങനെ വന്നേലി അങ്ങനത്തെ സ്റ്റെപ്പ് എങ്ങനെ അതിനെ കങ്ങിയാണുള്ളത്. ഇങ്ങനെ യൂട്ടേൺ എടുത്തു. ഇങ്ങനെ തന്നെ എടുത്തു യൂട്ടേൺ. ഇവിടെ ഈ സാധനവും കൈ
കൈ ഇങ്ങനെ തന്നെ പിടിക്കണ്ടേ, കൈ ഇങ്ങനെ തന്നെ പിടിക്കും, കൂട്ടി പിടിക്കും. എന്നിട്ട് വിളിക്കുന്നു. നമ്മള് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ്. എനിക്കിന്ന് ജീനെ ഔട്ട്ഫിറ്റാണ് ഇഷ്ടമായത്. സീരിയസ് ആയിട്ട് ആടോ, സത്യം ഞാൻ എടുക്കാം. നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. നമ്മുടെ ടീമിനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അവര് വന്നിട്ട് ഇറങ്ങി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇറങ്ങി. ഞാനും ജീനയാണ് നമ്മുടെ ട്രിപ്പിന്റെ ഫിനാൻഷ്യൽ ഡീലിങ്സ് ഒക്കെ, അക്കൗണ്ടിങ്. അപ്പം ഞങ്ങളാണ് എല്ലാ സ്ഥലത്തും ഇതൊക്കെ സെറ്റാക്കുന്നത്. അപ്പോൾ ഞാൻ ജീനക്ക് കുറച്ച് ഫോട്ടോസ് എടുത്തു കൊടുക്കട്ടെ. ഹെബ്രൺ. ഓക്കെ, നമ്മൾ ഇറങ്ങി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും നല്ല ലൈറ്റിംഗ് ഒക്കെ. ആ കാണാനും കേൾക്കാനും എടുക്കാനും കുറെ ഫോട്ടോസ് ഉണ്ട്. ജീന റീൽസ് നമ്മളെ മറ്റേ റീൽസ് ചെയ്യുമ്പോ ഒരു നല്ലൊരു അതെങ്ങനെ ഒന്ന് കാണിച്ചതേ. ഇങ്ങനെയാണ് ബൈക്കിന്റെ എങ്ങനെ? ആ ഇല്ല, അപ്പൊ കൈ ഇങ്ങനെ എന്തോ എടുക്കണ്ടേ? ആ അത് താനാ, പക്ഷെ കൈയാണ് എടുത്ത് ഇങ്ങനെ ആയിട്ടാണ് നാക്ക് കണ്ട്. യെസ്. ഓ ചേച്ചി ഓളായി. അങ്ങനെ നമ്മൾ എത്തിയല്ലോ. ഇവിടെ ഒരു ഹിൽ സ്റ്റേഷൻ. ഇത് കണ്ട ഒരു മണാലി ഒരു ഫീലിംഗ് തോന്നുന്നുണ്ട്. പണ്ടത്തെ യാത്രകളെ അഴവിറക്കി റഷിക്കും. നമുക്ക് ഇവിടെ എല്ലാം വന്ന് ഫോട്ടോ എടുക്കണോ? നമ്മ എത്ര ഇപ്പൊ ടൈം ഒന്ന് നോക്കുക, എത്ര മിനിറ്റ് ഇവിടെ സ്പെൻഡ് ചെയ്യില്ല എന്ന് നോക്കില്ല. 9:30. 9:30. ഓക്കെ. ഏത് മറ്റേ റോസ് ഗാർഡൻ റോസ് ഗാർഡൻ, പൈൻ ഫോറസ്റ്റ് ബാക്കി. നമ്മൾ എന്തായാലും ബൊട്ടാണിക്കൽ ഗാർഡൻ മാത്രമായിട്ട് ഇത് നമ്മുടെ അപ്പൊ നമ്മുടെ ഈ വ്ലോഗ് ഞാൻ എന്തായാലും ബൊട്ടാണിക്കൽ ഗാർഡൻ മാത്രം മറ്റേ ഇവിടെ ഒരുപാടുണ്ടാവും. അടിപൊളി. നമുക്ക് സംഭവം എവിടെ എന്ത് കാണണമെന്നൊന്നും അറിയില്ല. ഇതുവരെ ഫ്ലവേഴ്സിന്റെ ഒരു അത്ഭുതം കണ്ടിട്ടില്ല. അങ്ങോട്ട് പോയാലെന്ന് തോന്നുന്നു. ഏതാ ജീനനെ പിന്നെ റീൽസും നമുക്ക് ഡെയിലി ഫോട്ടോസ് അപ്ലോഡിങ് സോഷ്യൽ മീഡിയാസിലൊക്കെ ജീനയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഏതാ ഷോട്ടു ഇങ്ങനെയാണ് ഇങ്ങനെ. ഓക്കെ. പക്ഷെ ഇതിനേക്കാളും ഹരമുള്ള പേരുണ്ടാവും. അയ്യോടാ, ആ വാവയ്ക്ക് തണുപ്പ് തോന്നോ? ഗ്ലൗ ഞാൻ നോക്കിയല്ല, അത് കണ്ടല്ല. ആകെ മുട്ടക്കുന്നിനെ എന്നാ ഷാറുഖ് ഖാൻ അവിടെ പോയി. എല്ലാരും കൂടി ചെയ്യില്ല. എല്ലാവർക്കും ഗ്രൂപ്പിലും ചെയ്യില്ല.
എല്ലാവരും നിൽക്കുന്ന പൊസിഷൻ അങ്ങനെ ഇതാക്കിയിട്ടെങ്കിൽ ചെയ്താൽ മതി. ഓക്കെ. എനിക്ക് നോക്കി വെച്ചോ, നമുക്ക് ആവശ്യം വരും. അയ്യോ ടോയ്ലറ്റിനൊക്കെ ഇല്ല പോട്ടെ. നമ്മളങ്ങനെ ആദ്യമായിട്ട് ഇത് മാത്രമായിരിക്കാമല്ലോ ഗാർഡനുള്ളിൽ. ഫസ്റ്റ് ഗാർഡനിലേക്ക് പോവാണ്. അത്യാവശ്യം കുറെ ഫ്ലവേഴ്സ് ആണോ. അതെ, നമ്മളെ ഫസ്റ്റ് കയറി. ഈ പ്ലാന്റ് ലവേഴ്സിനൊക്കെ കാണുമ്പോൾ ഞെട്ടുന്ന കുറെ സാധനങ്ങളുണ്ട്. പെപ്പറോമിയ, ഡോണ്ട് ടച്ച്. ഇതൊക്കെ ഇപ്പം നമുക്ക് കണ്ട് പലതിലും ഫെമിലിയറാണ്. പണ്ട് സ്കൂളിൽ നിന്ന് ടൂറിൽ വന്നപ്പോൾ ഒക്കെ ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കിതൊന്നും ഓർമ്മ പോലും ഇല്ല വന്ന് കണ്ടത്. ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് ഓ യെസ് ഉമ്മയോ. എനിക്കിതൊക്കെ നമുക്ക് നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് വേണം വീട്ടിലത്തെ ഇൻഡോർ പ്ലാന്റും ഔട്ട്ഡോറും ഒക്കെ ഒന്ന് ഡോണ്ട് ടച്ച് ഒന്ന് റെഡിയാക്കാൻ. ഇവൾക്ക് ഒട്ടും പ്ലാന്റ് ഫ്രണ്ട്ലി അല്ല, അറിയാലോ. ഇത് ഈനാ പേര് എവിടെയാണ് കിട്ടുക പക്ഷേ നമുക്ക് ഈ സാധനം വാങ്ങണം ഇൻഡോർ ആയിട്ട്. റബ്ബർ ട്രീ. നമ്മളും അങ്ങനെ തന്നെയായിരുന്നു പറയുന്നത്. കൊള്ളാം. എക്സൈറ്റ്മെന്റ് ഇപ്പൊ തോന്നാത്ത എനിക്ക് തോന്നുന്നു. നമ്മൾ ഈ ചെടിയൊക്കെ ഫെമിലിയർ ആണ് ഇപ്പൊ. ഇതൊക്കെ ഇല്ല. ഞങ്ങള് ഈ ചെടിയിലെ മാസം മാറി എന്ന് പറയും. നിങ്ങൾ എന്താ പറയുന്നേ? കമന്റ് ബിലോ. നൈസ്, അടിപൊളി. ഞാൻ ഫോട്ടോ എടുത്തോട്ടെ. ഇത് ഷൂ എടുപ്പേ. ചൂടായതിൽ കാലം നോക്കട്ടെ. കാലൊന്നും കാണിച്ചൂടെ? പിന്നെ കണ്ടിട്ട് നമുക്കൊരു അപ്പൊ നമ്മുടെ ആ ഒരു ഫ്ലവർ ഗാർഡൻ കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുവാണ്. അടിപൊളി. നല്ല ലൈറ്റിങ് ഇവിടെ. ഹായ്, ഒരു ബേർഡ് അനക്ക്. ഇതാണ് ഡാർവിൻ ഫിഞ്ചസ്. കേട്ടി എന്നുണ്ടോ ചാപ്റ്റർ പഠിച്ചിരുന്നു. എവല്യൂഷനില് ഫാദർ ഓഫ് എവല്യൂഷൻ ആര്? ഡാർവിൻസ് ലോ ഓഫ് എവല്യൂഷൻ എല്ലാം കേട്ടു. ഡാർവിൻസ് തിയറി കേട്ടി. ഡാർവിൻ ഒരു ബേർഡിനെ വെച്ചിട്ട് ഒരു റിസർച്ച് നടത്തി. ആ ബേർഡാണത്. ഇതൊരു വാലി. ആ മറ്റേ സീനില് അതില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിടോ. ഞാൻ ഇവിടെ സെറ്റ് ചെയ്തേ.
ഇവിടെ വച്ചിന ബാഗ് ജീന പോസ്. ഓ മൈ ഗാഡ്, അടിപൊളി. ജീരന് കളറായില്ലടാ. മാറ്റണ്ടല്ലേ? മാറ്റണ്ട. ഞാൻ എൻ്റെ സെൽഫ് ഫോട്ടോസ് എടുക്കട്ടെ. എല്ലാരും ഓരോ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. ഇവളാണെങ്കിൽ എനിക്ക് ഇവിടുന്ന് കുറെ ഫോട്ടോസ് എടുത്താൽ കൊള്ളാമെന്നുണ്ട്. ഇവിടെ വെച്ചിട്ട് ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ. നമ്മള് ഇവിടെ എൻട്രിയിൽ തന്നെ കണ്ടപ്പോൾ തന്നെ കുറേ സമയം സ്പെൻഡ് ചെയ്തു ഫോട്ടോ ഒക്കെ എടുത്തിട്ട്. അപ്പൊ പാവ റോഷിയാണ് നമ്മുടെ എല്ലാവരുടെയും ഫോട്ടോ എടുക്കുന്നത്. അവന്റെ ഫോട്ടോ കുറവാ. റഷീദ് ഫോട്ടോ എടുത്തു കൊടുക്കുന്നു. ജീന ഭയങ്കര ഇഷ്ടപ്പെട്ടത്. എനിക്കൊരു പോസും കത്തുന്നില്ല. പുല്ല് ബൊട്ടാണിക്കൽ ഗാർഡൻ മാത്രം ഞാൻ വ്ലോഗ് ആക്കുന്നുണ്ട് കേട്ടോ. തുടക്കത്തിൽ പറഞ്ഞ ഇന്നത്തെ മൊത്തം അല്ല. ഇതല്ല ഫോക്കസ് ആയാലേ. behind the scene. ബ്രോസ് ഫോട്ടോസ് കിട്ടിയാ? നോക്കട്ടെ, കാണുന്നുള്ളല്ലോ. അണ്ടു എഡിറ്റാ. അടിപൊളി. നമ്മ മൂന്നാളെ ഒരു ഫോട്ടോ എടുത്താലോ? പ്ലീസ്. അടിപൊളി. പക്ഷേ ഈ സെയിം ഇത് തന്നെ റോഷി സംഭവം ഇത് തന്നെ. ഈ വ്യൂ എതിലിനെ കിട്ടണം, എലിവേറ്റ് ചെയ്ത് എതിലിന്റെ മുഖം കിട്ടണം. ഇപ്പൊ എതിലിങ്ങ നോക്കാ ഡൊട്ടാപേട്ട അവിടെ തന്നെ സ്പെഷ്യൽ തന്നെ. അത് അടിപൊളിയെ എന്നത് റഷിക്കുന്നു. നമ്മ രണ്ടാളും ഫോട്ടോ എടുത്തല്ലോ. നമ്മ രണ്ടാളെ മറ്റേ ഫോട്ടോ എടുത്തല്ലേ.
അടുത്തല്ലേ ഇല്ല ഇതല്ലേ ഒരുത്ത് നല്ല തണുപ്പുണ്ടെങ്കിലും നല്ല വെയിലും ഉണ്ട് ആ ഈ തൊപ്പി നീല കേറണ്ടതാ. റോഷിന് അത്ര ദൂരത്തൊക്കെ വേണങ്ങ. ആ അവിടെ കുറെ ആൾക്കാരെ നിന്ന് ഇവിടെ താഴൊക്കെ കുറെ ആൾക്കാരെ കേറില്ല. ഇതില്ലേ ഹര വണ്ണില്ലേ ഹര വണ്ണി വെളി ഫോക്കസ് ആകാത്തണ്ട്. വൺ ഫോക്കസ് ആകാത്ത 3 3 ഇട്ട വണ്ണി പോയി പോയി. ഓക്കെ ഓക്കെ റോഷിനെ എടുപ്പാനാ പക്ഷെ ഇങ്ങ വരണമെങ്കിൽ ഇങ്ങെല്ലാം ഞാനില്ലാത്ത ഓല്ലോ അതിൽ ആരും ഫേസ് ക്ലിയർ ആകാം. എങ്ങനെ എടുക്കണേ എങ്ങനെയാന്നല്ലേ എന്നിനാള് സിനിമാറ്റിക് എടുത്താണ്. നോക്കിയൊക്കെ ഫ്രണ്ട് വേണമെങ്കിൽ സിനിമാറ്റിക് ആണ് ഹരം. പക്ഷെ കുറെ ആൾക്കാരുള്ളതുകൊണ്ട് ചിലപ്പോ ഇത് ഫോക്കസ് ആകാണ് എല്ലാം. ഫ്രണ്ട് മതി ഇവിടെ മതി. അങ്ങിങ്ങായിട്ട് നിന്നോ, വരിക്കേ നിക്കണ്ട. നമ്മ തന്നെ ചൊല്ലിയാ പോ നിങ്ങ പോ. റോഷി 1 2 3 മൂന്നാളാണ് ഹര. ഓക്കെ റോഷി നമ്മ പാനക്കൊണ്ടേ റോഷി അല്ലെങ്കിൽ റഷി 1 2 3 സ്റ്റാർട്ട്. അത് ബാക്കിലാണ് എടുക്കേണ്ടത്. ഫ്രണ്ടിന് കിടക്കില്ല. സ്റ്റാർട്ട് എന്നുണ്ട് കാൽ വേണ്ട, കാൽ വേണ്ട. ഇങ്ങനെ സ്ലോ എടുത്താ പോരെ. ആ അതിനെ വിട്, അതിനെ കൊണ്ടുവരും ഇടക്ക്. പയ്യെ സ്ലോ ആക്കിയാ മതി, അവിടെ മാത്രം സ്ലോ ഉണ്ട്. ഓക്കെ 1 2 3 എന്ന് ഇങ്ങനെ ഇല്ല വിട്ട് വിട്ട് ഏതില്ല ഏതില്ല ഞങ്ങളെ കുതിരാക്കിയോണ്ട്. റെഡി 1 2 3 സ്റ്റാർട്ട്. അങ്ങനെയില്ല. നിങ്ങ എങ്ങനെ നിങ്ങൾ തന്നെ ചൊല്ലു. ഇങ്ങനെ 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 എതില് നീങ്ങി കൈ തിരിച്ച് എതില് മുന്നിലൊക്കെ ഇങ്ങനെ അമ്മ നല്ല കൂടി ഇങ്ങനെ റിലാക്സ്. ഇല്ല ഇതാവൂല. തിരിച്ചു വരവേലി, തിരിച്ചു വരവേലി. കാണാൻ കൊറേ സ്ഥലങ്ങൾ. ഏട്ടോ അത് മെയിൻ റോഡിലിങ്ങ. അത് എവിടെയാണ് വേണ്ട. കൊറേ സെൽഫി. എന്തൊരു രസമാണ് ലോണൊക്കെ ഉള്ളപ്പോ. പക്ഷെ നമ്മളെ വീടിങ്ങനെ ലോണാക്കി കിട്ടുന്ന വീടാ വീട്ടിലായി ബാക്ക് സൈഡ് ലോൺ ഇതുപോലെ ലോൺ ഷീപ്പാൻ കഴിഞ്ഞു. എന്തൊരു പോസിറ്റീവ് എന്താ പറയാ. എടാ ഷെയ്ഡിലേക്ക് വാ, ഷെയ്ഡിലേക്ക് വാ. ഫീലിംഗ് ബെറ്റർ. ബാ എന്റെ മോൾക്ക് ഭരത്തം ഉണ്ടാവാവേ. നമുക്ക് ടൈം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്, ഫോട്ടോ അത് ഇതൊക്കെ ആയിട്ട്. പക്ഷെ കിട്ടില്ല കുറെ ഫോട്ടോസ് കിട്ടിയില്ലേ, അടിപൊളി, ഭയങ്കര ഹാപ്പി. പക്ഷെ എപ്പോഴും ഫോട്ടോയിൽ സാറ്റിസ്ഫൈ ആവാത്ത നല്ല മരം, നല്ല മരം. പ്രായമുള്ളൊരു പൈൻ ട്രീ, പൈനാണിത്, പൈൻ ട്രീ. നോക്ക്
മാറിയില്ലല്ലോ. ജീന പഞ്ഞ് മാറ്റി. ജീന ഒരു ലോഡ് എടുത്തിട്ടുണ്ട് ബാഗില്. തുപ്പിപ്പേനോ എന്നിട്ട് എവിടെ എടുത്ത് കൈ കളകിയത് അതും കൊണ്ട് താഴെ തണ്ണി എടുത്തിട്ട് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം കാരണമാണ് ഉള്ളത്. സംഭവം അടിപൊളി. സൂപ്പർ സൂപ്പർ. ഇത് 9th പഠിക്കുന്ന വന്നതിന് ശേഷം ഒരു ലോങ് ഗ്യാപ്പ്. ഞാൻ ഉണ്ടാക്കിയപ്പോ ചോറുണ്ടാക്കിയപ്പോ കഞ്ഞി വെള്ളം എടുത്ത് ഇതിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. വേസ്റ്റ് ആക്കണമെന്ന് വെച്ച് വെള്ളാന്ന് വിചാരിച്ചു. അത് പറയാനും മറന്നു. ഇവര് വെള്ളമൊന്ന് എക്സ്പെക്ട് ചെയ്ത് കുടിച്ചു. അതിന് കഞ്ഞി വച്ച് ടയേർഡ് ആകാതെ ഇല്ല, വേസ്റ്റ് ആക്കണ്ടെന്ന് കരുതിയിട്ട്. നല്ല തണുപ്പുണ്ട്, പിന്നെ വെയിലുണ്ട്, എന്നാലും ഓക്കെ ആണല്ലേ. എനിക്ക് സെയിം ടെറൈൻ കണ്ട് എല്ലാം ഒരേപോലെ. ഈ ഭാഗം കാണുമ്പോ എന്താന്നറിയില്ല, ഒരു മണാലി എല്ലാം ഒരു ഫീലിങ്ങില്. ആൾമോസ്റ്റ് ഹൈ റേഞ്ച് എല്ലാം നാം വരയ്ക്കുന്ന കൊടുത്തുണ്ട്. ഒരേ സെയിമാ, ബിൽഡിങ്സ് ആയിക്കോട്ടെ, പെയിന്റിങ്സ് ഉണ്ട് ഇതിനോട്. രമി അതില് അമ്മ മീൻസ് മാർക്കറ്റില് അമ്മ പോവാണേ. ആ ചേച്ചീനെ ഫുൾ തണുപ്പത്തല്ലേ നടന്നില്ലായാലും അതിനായിരിക്കും. അതിന് ബാക്ക് ക്യാമറ 0.6 അമ്മന് പറ മാർക്കറ്റിനൊക്കെ വരെങ്കിൽ അമ്മ സൈഡിലൊക്കെ നോക്കണ്ടില്ല. ഇത് വെച്ച് വീഡിയോ കഴിഞ്ഞിട്ട് നോ ഐ കാൺ. വീട്ട് ഹരമുള്ളൊരു വ്യൂ. രമി പോയ മുന്നിലേക്ക് അവളെങ്ങാട്ട് നടമോന് കിട്ടാൻ എനിക്ക് വീഡിയോന് ബാഗ് കൊണ്ടാവുമ്പോ പിടിക്ക്. ആ ജീനയുടെ കോസ്റ്റ്യൂം ഞാൻ സത്യം പറഞ്ഞ എടുക്കാൻ വിചാരിച്ചതിനു ഐ ഫോർഗോട്ട് ദാറ്റ്. ഒന്നുമില്ല, 2-3 കോട്ട് എടുത്തിട്ട് ഉള്ളിലുള്ളത് സെയിം തന്നെ. സംഭവം പൊളിയാണ്. എനിക്ക് ഇതിനേക്കാളും ഫസ്റ്റ് വേറെ ലെവലായിരുന്നു. ഇവിടെ ബ്രീത്തിങ് പ്രോബ്ലം എല്ലാം ഉണ്ട്. സൂപ്പറാണ്. ജസ്റ്റ് റിലാക്സ് ആൻഡ് ബ്രീത്തിങ്. നാക്കുള്ളത് ബ്രീത്തിങ് പ്രോബ്ലം. Wait a minute. Okay. കഞ്ഞിവെള്ളം കുടിച്ച പയ്യക്ക് സംഭവിച്ചതാണ്. നിങ്ങൾക്കറിഞ്ഞാൽ ഞെട്ടും. Go towards the height. എന്നിതാലും ഫുഡ് പ്രോപ്പർ ആയിട്ട് കഴിക്കണമെങ്കിൽ മക്കളെ അയ്യോ എന്നും കഞ്ഞിയെല്ലാം തൊട്ട് വച്ച് തണ്ണിയെന്ന് കരുതിയില്ല. അതാ ഛർദ്ദിച്ചത് എനിക്ക്. ഒരാവശ്യത്തില് ഹെസലിനെ വെച്ചൊരു ഡാൻസ് ചെയ്തായിരുന്നു.
ഒരാവശ്യമില്ലായിരുന്നു. അടിപൊളി. നമ്മൾ രണ്ടുപേരും മാച്ചിങ്. വാവ്. ടീ ഷോപ്പാ. ടീ എന്തായാലും ഒരു ടീ മുഖ്യമെങ്കിലേ. ട്രാവലിങ്ങിന് ശ്രദ്ധിക്കേണ്ട ഫുഡാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ്. നടക്കുമ്പോ എന്താന്നറിയില്ല, ഭയങ്കര ഒരു എവിടെ ഇത് ഹൈ റേഞ്ച് അല്ലേ? ടീ ഷോപ്പ്. ഒരു ടീ കുടിച്ചിട്ട് ബാക്കി വിശേഷം പറയാം. എവിടെയാടാ? മോളിൽ കയറിയിട്ടാ? അതൊന്ന് തോന്നുന്നുണ്ട്. അപ്പൊ കണ്ടതെന്ന് വെച്ചാ ഇതിനുള്ള ടീ ഷോപ്പ് ഉണ്ടാകാ. ആകാക അവിടെ എന്തോ ടീ എന്ന് കണ്ട. ടീ ഗാർഡൻ എന്നാ. റൂം ചെയ്ത് നോക്കണം. ഉണ്ടാ? ആ എന്തോ കാക്ടസ് ടോപ്പ് ഗാർഡൻ ടീ എന്നാണ് ഞാൻ കണ്ടത്. എവിടെ എവിടെ? இப்படி இறங்கலாம். Hi guys, come here. കുറെ കഴിഞ്ഞ റോഷിയുടെ പേണ്ടോണുങ്ങ മാറി മാറി പിടിക്കുന്ന കാര്യം ഹൈ റേഞ്ചില് ഇപ്പൊ ടീ ഷോപ്പ് എവിടെ? കൊറേ കൂടി നടപ്പാണോ? അവിടെ ഉണ്ടെന്ന്. അത്ര തണുപ്പൊന്നുമില്ലല്ലോ എനിക്കത്ര. ഹായ് ഇതിനെന്നെ ക്ഷീരക്കൊന്നും അല്ല ഇത്. ഇത് കുതിരക്കാടി ചക്രം. അതിനൊക്കെ വീരങ്കി പിടിപ്പിച്ച് ഇടയ്ക്കിടയ്ക്ക് കാശോടെ ലൈവ് ഉണ്ട്. അയ്യോ ജീനായോ അയ്യോ ഇതൊക്കെ അപ്പ അങ്ങനെയാണെങ്കിൽ മാസം മാസം നമുക്ക് ട്രിപ്പ് അടിക്കേണ്ടി വരും. സത്യം പറഞ്ഞാലേ എനിക്ക് വീട്ടിൽ പോയിട്ടൊരു ഗാർഡൻ സെറ്റ് ചെയ്യണമെന്നുണ്ട്. എതിലും ഇതെല്ലാം പറിപ്പാൻ മതി. ഫൈൻ കണ്ടി 500 രൂപ. ഭയങ്കര നഷ്ടത്തിലിട്ട് ഓടുണ്ട്. എന്ത് തൊട്ടാലും 500 രൂപന്ന് തൊടരുത് കേട്ടാ. കായവർമ്മൻ ചേട്ടാ ഓയ് ചാർജ് 50 ചൈൽഡും 30. ചാർജ് 50 ഫോർ അഡൾട്ട്, 30 ഫോർ കിഡ്സ്. Ramen comes under adults. ദാ പോണോന്ന് കേട്ടാ ആരും നോക്കി പോവല്ലേ മോളി. എന്താ ആ താഴെ ടീ ഷോപ്പ് പാത്തിട്ടേനെ. നല്ല എനർജിയാണ്. ബട്ട് വി ആ സമയത്തെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണുണ്ട്. ഡെയിലി നാളെ എന്തായാലും ഫോണിൽ കഴിച്ചു പോകാം. അപ്പൊ നമ്മുടെ ഇവിടെ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് റോസ് ഗാർഡനിലേക്ക് പോവാണ്. എന്തായാലും നമ്മൾ ഇറങ്ങട്ടെ, ഇവിടെ നിന്ന് ഇറങ്ങട്ടെ.
അപ്പോൾ റോസ് ഗാർഡൻ ചെന്നിട്ട് കാണാം. ബൈ. ഇവിടെ ഒരാളെ റീൽസ് ആ ഗ്യാപ്പിൽ റീൽസ് എടുക്കുന്നുണ്ട്. റഷി ടയേർഡായി, അപ്പോൾ അവൻ ഇറങ്ങണമെന്ന് പറഞ്ഞു. മേമ്മയുടെ കഞ്ഞിവെള്ളം പണി പറ്റിച്ചു. എൻ്റെ കഞ്ഞിവെള്ളമല്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാഞ്ഞിട്ടാ. അപ്പം അങ്ങനെ See you there. അപ്പോൾ നമ്മുടെ ഈ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ വ്ലോഗ് ഞാൻ എന്തായാലും ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. നമുക്ക് നെക്സ്റ്റ് പ്ലേസിലേക്ക് പോവുകയാണ്. എന്തായാലും സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ. നമുക്ക് ഇറങ്ങട്ടെ. ഇവിടെ ടൈം എത്ര നിന്നാലും ഈവനിങ് വരെ നിന്നാലും ഫോട്ടോ എടുത്ത് നമുക്ക് മതിയാവില്ല, അത്രയും പ്ലേസസ് ഉണ്ട്. എന്തായാലും വന്നു കഴിഞ്ഞാൽ വേർത്താണ്. അപ്പോൾ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ നിങ്ങളും അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു ഊട്ടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മൊത്തം ഡീറ്റെയിലിംഗ് ഞാൻ എന്തായാലും കാണിച്ചു തരാം ഈ വീഡിയോയിൽ. യെസ്, ബൈ ആൻഡ് ടേക്ക് കെയർ.